കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടിപിടി കൂടുന്നത് CPM-ഉം BJP-യും തമ്മിൽ. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് നിന്ന് കൃത്യമായി അത് കൈകാര്യം ചെയ്യുന്നത് UDF. നല്ല രസമുണ്ടല്ലേ, കേൾക്കാൻ നല്ല രസമുണ്ട്. 2 പ്രതിപക്ഷമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അസംബ്ലിയിലുമുണ്ട് 2 പ്രതിപക്ഷം. അതായത് CPM നേതൃത്വത്തിലുള്ള LDF ഉണ്ട്, BJP-യുടെ നേതൃത്വത്തിലുള്ള NDA ഉണ്ട്. അങ്ങനെ 2 പ്രതിപക്ഷമുണ്ട്. കോർപ്പറേഷനിലും 2 പ്രതിപക്ഷമുണ്ട്. CPM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF ഉണ്ട്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഉണ്ട്. അപ്പോൾ ഇപ്പോൾ UDF അവർക്ക് 20 സീറ്റാണുള്ളത്. വിഴിഞ്ഞംകുടി ജയിച്ചപ്പോൾ 20 സീറ്റാണുള്ളത്. 51 സീറ്റോളം ഭരണകക്ഷി BJP-ക്കുണ്ട്, NDA-ക്കുണ്ട്. ബാക്കി 29ഓളം സീറ്റ് 30ഓളം സീറ്റ് ആർക്കുണ്ട്? CPM-നുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം മേയറുമായി ബന്ധപ്പെടുത്തിയ വലിയ വിവാദങ്ങൾ നടന്നു. സുഗതൻ എന്ന ഒരു മെമ്പർ, ഒരു കൗൺസിലർ കാപ്പ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുകയാണ്. അത് BJP കൗൺസിലറാണ്, വാഴോട്ടുകോണം കൗൺസിലറാണെന്ന് തോന്നുന്നു. വാഴോട്ടുകോണത്തുള്ള കൗൺസിലറാണ്. അപ്പോൾ അങ്ങനെ ആ കൗൺസിലർ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയും 2 യോഗമുണ്ട്. ആ 2 യോഗം കൂടി നടന്നാൽ അതിലും പങ്കെടുത്തില്ലെങ്കിൽ, 2 യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലാണ് ഇത് അസാധുവാകുന്നത്. അപ്പോൾ ഇനി അടുത്ത യോഗത്തിൽ കൂടെ വന്നില്ലെങ്കിൽ സുഗതൻ്റെ സ്ഥാനാർത്ഥിത്വം അസാധുവാകും. അങ്ങനെയാണെങ്കിൽ സുഗതൻ മത്സരിച്ച വാഴോട്ടുകോണത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ജയിക്കുമോ? ഇപ്പം ജയിച്ചിട്ടുള്ള BJP തന്നെ വീണ്ടും ജയിക്കുമോ, അതോ കോൺഗ്രസോ CPM-ഓ ജയിക്കുമോ എന്നറിയില്ല. കാരണം കോൺഗ്രസ് ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണത്തിലുണ്ട്. അതിൻ്റെ ഒരു പച്ച പിടിച്ചുകൊണ്ട് ഇനി കോൺഗ്രസ് ജയിക്കുമോ അതോ BJP ജയിക്കുമോ? അങ്ങനെയാണെങ്കിൽ BJP ന്യൂനപക്ഷമാകുമോ? എന്തായാലും 51 സീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം പോകുമ്പോൾ 50ആയി, അപ്പുറത്ത് 51 ആവുന്നുണ്ട്. അതുകൊണ്ട് വളരെ വലിയ ഒരു മത്സരം വരുന്നുണ്ട്. ഇത് കണക്കിലാക്കി UDF എന്ത് ചെയ്യുന്നു? കൃത്യമായി അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കുന്നു. അങ്ങനെ അടി കൂടിയത് LDF-ഉം BJP-യും ഇടയ്ക്ക് നിന്ന് വെള്ളം കോരുന്നത് കൃത്യമായി UDF. എങ്ങനെയുണ്ടല്ലേ, രസമല്ലേ? അപ്പോൾ അങ്ങനെ UDF അവർ, ശബരിനാഥാണ് അതിൻ്റെ നേതാവ്, അവർ കൃത്യമായി ഒരു അവിശ്വാസം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാകുമോ ഇല്ലയോ നമുക്ക് പറയില്ല. എന്തായാലും രസകരമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ഭരണം. ഇന്നലെയാണെങ്കിൽ വലിയ തല്ലാണ് അവിടെ നടന്നത്. മേയറുടെ ചേംബറിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. മേയർ നിർബന്ധം പോകുമെന്ന് പറഞ്ഞു. ഷർട്ടിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു, മുണ്ടിൽ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. അവസാനം മേയറുടെ ഒരു കാല്, ഇടത് കാല് മേയറുടേത് തല്ലി ഓടിച്ചു. അവസാനം പ്ലാസ്റ്ററൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം കിടക്കുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഡെപ്യൂട്ടി മേയറാണെങ്കിൽ ഛർദ്ദിച്ചു, വേണ്ട ബഹളമായി. പിന്നെ ബാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് തല്ല് കിട്ടി, കൗൺസിലർമാർക്ക് തല്ല് കിട്ടി, 5ഓളം CPM-ൻ്റെ കൗൺസിലർമാർക്ക് തല്ല് കിട്ടി. അതുപോലെ മാർഷൽ, അവിടെയുള്ള ആളുകൾ, പോലീസുകാരന്മാർക്ക് തല്ല് കിട്ടി. വേണ്ട ജഗ പുകയായിരുന്നു. നമ്മളൊരു സിനിമ കാണുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ശരിക്കും പറഞ്ഞാൽ എല്ലാറ്റിനെയും പിടിച്ച് തല്ലു കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ ജനാധിപത്യത്തിൽ എവരെയൊക്കെ ജയിപ്പിച്ചത് ഇങ്ങനെ തല്ലുകൂടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പോൾ സത്യപ്രതിജ്ഞയിലെ സാങ്കേതികത്വമാണ് ഈ പിടിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്താൽ എന്തെങ്കിലും സാങ്കേതികത്വം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതവിടെ തീർന്നില്ലേ? അത് തീർക്കാതെ അതിനെ വച്ച് വലിച്ചു നീട്ടി കോടതിയിലേക്ക് പോയി. പിന്നെ അത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത് വേണ്ട നാശക്കോട്ടയാക്കി അലുമ്പാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണത്തെ കോർപ്പറേഷൻ, തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്, തലസ്ഥാനമാണ്. അവിടുത്തെ ഭരണത്തെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം കാണിക്കുന്നതും ജനാധിപത്യത്തിൻ്റെ ഒരു അശ്ലീലമാണ്. എന്തായാലും UDF ശക്തമായി അവിശ്വാസ പ്രമേയമായി രംഗത്ത് വന്നിട്ടുണ്ട്. തല്ലുകൂടിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തല്ലുകൂടിയത് BJP-യും CPM ആണെങ്കിലും കണ്ടുകൊണ്ടിരുന്ന കോൺഗ്രസ്സാണ്, UDF ആണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയമായി വന്നിരിക്കുന്നത്. അത് പാസ്സാകാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും അതൊരു പ്രോസസ്സ് എന്നുള്ള നിലയിൽ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ തീർച്ചയായിട്ടും കോർപ്പറേഷനിൽ കഴിയും. ഇനി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വോട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.